സിൻഡിക്കേറ്റാണ് വർക്ക് ചെയ്തിരുന്നത്. അവർ ഒബ്രോയ് ഹോട്ടൽ, നിസാമുദ്ദീൻ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിത് പറയാനിട വന്നത് അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് AK ആൻ്റണി വെച്ചാണ്. രഞ്ജിത്ത് സിൻഹ CBI ഡയറക്ടർ ആയിരിക്കുമ്പോൾ CBIയുടെ കേരള ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലെ നിയമിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം നടന്നില്ല. 2 ഡിഫൻസിൻ്റെ ചില പേപ്പറുകൾ, അതായത് AK ആൻ്റണി UPA 1-ലും UPA 2-ലും ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പല ഡീലുകളും കൺക്ലൂഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ പല കമ്പനിയുടെ ആളുകളും അനിലിനെ സമീപിച്ച് ഫയലുകൾ നോക്കാനും ഫയലുകൾ കാണാനും ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ കോപ്പിയും ചിലർക്ക് അന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ, അതുകൊണ്ട് അവർക്ക് പ്രൊക്യൂർമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം അനിൽ ആൻ്റണി എന്ന് പറയുന്ന ആൾ സംശുദ്ധനാണെന്നും അന്ന് പറഞ്ഞാണ് NDAയുടെ ഭാഗമായത്. സംശുദ്ധനല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡ് പറഞ്ഞത്. ഈ 13, അതായത് 3/12/2012 രഞ്ജിത്ത് സിൻഹ CBIയുടെ ഡയറക്ടർ ആവുന്നത്. അന്ന് തൊട്ട് അദ്ദേഹം 2 വർഷം ടെനുവർ പോസ്റ്റായിരുന്നു. 2/12/2014 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. ഈ കാലയളവിൽ റാഡിയ ടേപ്പും അതുപോലെ തന്നെ സ്കോൾ ക്യാമും എല്ലാം രഞ്ജിത്ത് സിൻഹയുടെ കീഴിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. ജൻപത് 2-ലെ CBI ഡയറക്ടർ റെസിഡൻസിൽ അനിൽ അംബാനി രഞ്ജിത്ത് സിൻഹയെ കാണാൻ പോയപ്പോൾ അതിനുശേഷമുള്ള കാഴ്ചക്കാരനായിരുന്നു അനിൽ ആൻ്റണി. അനിൽ അംബാനിയുടെ സിഗ്നേച്ചറാണ് പിന്നെ അനിൽ ആൻ്റണി സ്ഥിരമായി അവിടെ വിസിറ്റർ എന്ന നിലയ്ക്ക് ഇട്ടത്. ഈ ആരോപണം 22 തവണ, അന്ന് നിങ്ങൾ ബാക്കിലേക്ക് ശ്രദ്ധിച്ചറിയാം, അനിൽ അംബാനിയുടെ പേരിൽ വന്നു. പിന്നെ ഞാൻ അനിൽ ആൻ്റണിയെ ഡീൽ ചെയ്ത് അനിൽ ആൻ്റണിയുടെ മാറ്ററച്ച് നോക്കിയിട്ട് തന്നെയാണ് ജൻപത് 2-ൽ അനിൽ ആൻ്റണിക്ക് എൻട്രി ഉണ്ടാന്ന് നോക്കി. അനിൽ ആൻ്റണി CBCന്ന് സാക്ക് ചെയ്ത PJ തോമസ്, ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ബാംഗ്ലൂരാനുള്ള സിൻഡിക്കേറ്റാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. അവർ ഒബ്രോയ് ഹോട്ടൽ, നിസാമുദ്ദീൻ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിത് പറയാനിട വന്നത് അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയിരുന്നത് AK ആൻ്റണി വെച്ചാണ്. AK ആൻ്റണി വെച്ചാണ് 52 കൊല്ലത്തെ AK ആൻ്റണിയുടെ ഈ നിയമസഭ ലോക്സഭ പാരമ്പര്യത്തെക്കുറിച്ച് അനിൽ പറഞ്ഞിട്ട് ഇത്രയും കാലം അനിൽ ജീവിച്ചു പോകുന്നത് ആ കെയർ ഓഫിലാണ്. ആ അനിൽ ആൻ്റണി ഒരു നിമിഷം കൊണ്ട് NDAയുടെ ഭാഗമായപ്പോൾ ആൻ്റണി കാലഹരണപ്പെട്ട്, കോൺഗ്രസ് കാലഹരണപ്പെട്ട്, രാജ്യത്തുള്ളവരെല്ലാം കുഴപ്പക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു കുഴപ്പം സൃഷ്ടിച്ച് പണം സമ്പാദിച്ച ആളാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ക്വാളിറ്റി ഇല്ല സംബന്ധിച്ച്. എന്നെ ദല്ലാൾ എന്തോ മറന്നു പറയുന്നുണ്ട്. എന്നെക്കാൾ സൂപ്പർ ദല്ലാളും ദല്ലാളിൻ്റെ കാറ്റഗറിയിൽ കൂട്ടിമുട്ടിക്കണവന് കൂട്ടിക്കൊടുക്കണതിൽ കൂട്ടിക്കൊടപ്പാണ് ഇയാളുടെ തൊഴിലെന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ സാഗർ രത്ന ഹോട്ടൽ മാധ്യമങ്ങൾ വെച്ചാൽ ഈ സാഗർ രത്ന ഹോട്ടലിൻ്റെ എൻട്രിയിൽ വെച്ചിട്ടാണ് ഒരു ഹോണ്ട സിറ്റി കാറിൽ അനിൽ ആൻ്റണി അന്നത്തെ AK ആൻ്റണിയുടെ ഡൽഹി പോലീസുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഒരു സ്റ്റാഫിനെയും കൂട്ടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ ദുബായ് ഡ്യൂട്ടി പെയ്ഡിൻ്റെ കവറിലിട്ട് വാങ്ങിക്കൊണ്ടുപോയത്. അപ്പോൾ അത്ര പഴക്കമുള്ള സംഭവത്തിൻ്റെ തെളിവുകൾ ഞാനെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞ് ഞാൻ ഇന്ന് കേരളത്തിൽ അവർ ചോദിച്ചപ്പോൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തരാം. കാരണം വിടുന്ന തെളിവുകളുടെ ഓന്നഡേറ്റി കൂടി നോക്കണ്ടേ. കാരണം 11 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. 11 കൊല്ലത്തെ പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് പണം കൊടുത്തു എന്ന് അദ്ദേഹം നിഷേധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഈ പണം തിരിച്ചു വാങ്ങാൻ എന്നെ സഹായിച്ചത് PT തോമസും PJ കുര്യനുമാണെന്ന്. PJ കുര്യൻ സമ്മതിച്ചല്ലോ ഇങ്ങനൊരു പണമിടപാടുണ്ടെന്ന്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിക്കാൻ എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധമില്ല. എൻ്റെ സ്ഥാനാർത്ഥി LDFലും ഇല്ല, എൻ്റെ സ്ഥാനാർത്ഥി UDFലും ഇല്ല, എൻ്റെ സ്ഥാനാർത്ഥി NDAയിലും ഇല്ല. ഞാൻ അനിൽ ആൻ്റണിയുടെ നയിച്ചർ, അനിൽ ആൻ്റണി കോൺഗ്രസ് പാർട്ടിയെ പാകിസ്ഥാനിലേക്ക് കടത്തി വിടണമെന്നും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട ആളാണ് തൻ്റെ പിതാവെന്നും പറഞ്ഞപ്പോൾ ഇയാൾ കാലഹരണപ്പെട്ട ഒരു കൊള്ളക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ, അല്ലാണ്ട് എനിക്കെന്താ വേറെ ലക്ഷ്യം, വേറെ ഉദ്ദേശവും ഇതിനകത്ത് അല്ല. BJP ചേർന്നത് ഞാനും തമ്മിൽ എന്താ ബന്ധം? അദ്ദേഹം BJP ചേരുക, NDAയുടെ ഭാഗമായാൽ എനിക്കെന്താ ബന്ധം? ഞാൻ പ്രകാശ് ജാവദേക്കറോട് ചോദിച്ച് അനിൽ ആൻ്റണി എവിടെയാണ് കാൻഡിഡേറ്റ്? അപ്പോൾ എന്നോട് പറഞ്ഞത് എറണാകുളത്തെ കാൻഡിഡേറ്റാണ്. അപ്പോൾ പരസ്പരം എനിക്ക് എൻ്റെ സ്ഥലമാണ് എറണാകുളം, പക്ഷേ പിന്നെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത് പത്തനംതിട്ടയായി പോയി. ആൻ്റണിക്ക് അന്ന് PS ഉണ്ട്. അപ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള
എന്നെ പോലെ തന്നെ ഒരു സഫാരി സൂട്ട് ഇട്ട ഒരു PSOനെ കൊണ്ടുവന്നപ്പോൾ അയാൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് തിരിച്ചു മനസ്സിലായി. അയാളെയും കൂട്ടി അങ്ങേരിപ്പോൾ സ്വത്ത് വിവരത്തിൽ കൊടുത്തിരിക്കുന്ന ഹോണ്ട സിറ്റി കാറിൽ ഈ സാഗരജ്ഞയിൽ വന്നിട്ട് സാഗരജ്ഞയുടെ ഈ എൻട്രി കൗണ്ടറിൽ വന്നിട്ടാണ് എൻ്റെ നിന്ന് പണം വാങ്ങിക്കൊണ്ടുപോയത്. സിൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ അതായത് കേരളത്തിൽ ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറിയും അതിനുശേഷം UPയുടെ കാലഘട്ടത്തിൽ CVC സുപ്രീം കോടതി നിയമനം റദ്ദാക്കി പിരിച്ചുവിട്ട PJ തോമസ്, ആൻഡ്രൂസ് ആൻ്റണി, ഈ അനിൽ ആൻ്റണി, ഈ 3 സിൻഡിക്കേറ്റും കൂടിയാണ് നിസാമുദ്ദീൻ ഒബ്രോയിൽ റൂമെടുത്ത് കച്ചവടങ്ങൾ ബുക്കിങ്ങും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ആൻഡ്രൂസ് ആൻ്റണി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ കാലാകാലങ്ങളിൽ ഡൽഹിയിൽ വന്ന് ഓരോ കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ് ആൻഡ്രൂസ് ആൻ്റണി. അതാണ് ഈ എൻ്റെ പണം തിരിച്ചു തരാൻ അനിൽ വൈകിട്ട് 5 ഇൻസ്റ്റാൾമെൻറ്റിൽ 4 ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞപ്പോൾ 1 ഇൻസ്റ്റാൾമെൻറ്റ് ഡിലേ ആയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ആൻഡ്രൂസ് അതിൻ്റെ ഷെയർ കൊണ്ടുപോയിട്ട് കിട്ടാത്തതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ജൻപത് 2 ഞാൻ പോയില്ല. അനിൽ ഞാൻ ജൻപത് 2 അനിലിന് ആക്സസ് ഉണ്ടാകുന്ന അന്വേഷിച്ചപ്പോൾ അനിലിൻ്റെ വണ്ടി ജൻപത് 2 എൻട്രി കിടക്കുന്നത് കണ്ട്. CBI ഡയറക്ടർ വീട് കിടക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനുശേഷമാണ് ഞാൻ പണം കൊടുത്തത്. ഞാൻ ഈ പണം കൊടുത്ത സംഭവം പറഞ്ഞുതരാം. കേരള ഹൈക്കോടതിയിൽ ചന്ദ്രശേഖര പിള്ള എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ടെനുവർ കഴിഞ്ഞ് പകരം ആരെയും നിയമിക്കാണ്ടിരുന്നപ്പോൾ ഒരു എംപാനൽ ചെയ്തു 2013. അതിനകത്ത് എൻ്റെ കേസുകൾ നടത്തുന്ന വക്കീലും ക്വാളിഫൈഡായി. അതിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം യാദർച്ഛികമായി ഇത് ഒബ്രോയിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടിയപ്പോൾ സംസാരിക്കാനിടയായപ്പോൾ അനിലിന് ഈ CBI ഡയറക്ടറോട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു. അതിനുശേഷം ഞാനിത് വെരിഫൈ ചെയ്തപ്പോൾ അന്നത്തെ CBI ഡയറക്ടർ നിയമനം UPA ചെയർപേഴ്സണോട് എന്ന് താല്പര്യക്കുറവ് കാരണം രഞ്ജിത് സിൻഹ ബീഹാർ കേഡർ ആയതുകൊണ്ട് GOM വിട്ട് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റർ ഹെഡ് ചെയ്തത് AK ആൻ്റണിയാണ്. AK ആൻ്റണി ക്ലിയർ ചെയ്തു, രഞ്ജിത് സിൻഹ CBI ഡയറക്ടറായി. അതാണ് അനിലിൻ്റെ ആക്സസ്. ഒരു അജിത് ആൻ്റണി ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അധികം ഇടപെട്ടിട്ടില്ല. AK ആൻ്റണിയോട് ഇടപെട്ടിട്ടില്ല. AK ആൻ്റണി എന്നോട് ഞാൻ AK ആൻ്റണിയോട് ഒരു വിഷയം സംസാരിച്ചു. AK ആൻ്റണിയുടെ പ്രതിച്ഛായയെക്കുറിച്ച് ഞാനെന്തിനാണ് ആലോചിക്കണത്? ഞാൻ പ്രൊഫസർ PJ കുര്യനെ കണ്ട് ആൻ്റണിയുടെ സ്വന്തം സഹചാരിയെ കണ്ട് വിവരം പറഞ്ഞു. എൻ്റെ മുമ്പിലിരുന്ന് PJ കുര്യൻ അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന നിലയ്ക്ക് അനിൽ ആൻ്റണിയെ വിളിച്ചു. ഇന്ന ആൾക്ക് പൈസ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ലൗഡായിട്ട് കേട്ടു. കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കൊടുക്കണില്ലെന്ന് ചോദിച്ചു. CBI നിയമനമൊന്നും ഞാൻ കുര്യനോട് പറഞ്ഞില്ല, എനിക്ക് പണം തരാനുണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഉടനെ അനിൽ പറഞ്ഞത് ജോർജ്, അന്നത്തെ ആഭ്യന്തരമന്ത്രി കർണാടക ക്യാബിനറ്റിലാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയാൽ തരാം. പക്ഷേ അതിനുശേഷം അത് ലാഗ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പരാതി അങ്ങനെ PT തോമസിനെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ CBI ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയാണ്. കൊടുത്ത ഞാനും വാങ്ങിയ അനിലും പ്രതിയാവും. എനിക്കിതറിയാം, എനിക്ക് നിയമത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ PT തോമസ് ഗൗരവമായി കൊണ്ടുപോയി. അപ്പോഴത്തേക്കും 2014 NDA ഗവൺമെൻറ് വന്നു. 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എൻ്റെ പണം തിരിച്ചെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.